ഇന്നത്തെ നമ്മുടെ വീഡിയോ മന്തി മസാലയാണ്. ഈ ഒരു മസാല നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ റെസ്റ്റോറന്റുകളിൽ നിന്നും നമ്മൾ കഴിക്കുന്ന മന്തിയുടെ അതേ ടേസ്റ്റ് ആണ്. ഇതിനായിട്ട് നമുക്ക് ആദ്യമേ കുറച്ച് മസാലകളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ചുവട് കട്ടിയുള്ള അയൺ പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു ടേബിൾ സ്പൂൺ അളവായിട്ട് എടുക്കാം. ഇനി ചൂടായ പാൻ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ അളവിലെ പെരിഞ്ജീരകമാണ് ആദ്യമേ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് നേരമൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ മസാലകളും ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാകും. പെരിഞ്ജീരകം വറുത്ത് മാറ്റിക്കഴിഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ നല്ല ജീരകം കൂടെ വറുത്തെടുക്കാം. ഓവറായിട്ട് ഫ്രൈ ആയി പോവാണെങ്കിൽ മസാലയ്ക്ക് മറ്റൊരു ഫ്ലേവർ ആണ് കിട്ടുക. അതുകൊണ്ട് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കുരുമുളക് കൂടി ചേർത്ത് വറുത്തെടുക്കുവാണ്. കുരുമുളകും ഫ്രൈ ആക്കി കോരി മാറ്റി കഴിഞ്ഞാൽ അതേ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മല്ലിയും കൂടി ചേർത്തൊന്ന് വറുത്തെടുക്കാം. മല്ലിയും ഫ്രൈ ആക്കി കോരി മാറ്റി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഒരു ഉണങ്ങി എടുത്തിട്ടുള്ള ഒരു നാരങ്ങയാണ്. നാരങ്ങ ചൂടാക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷമാണ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്. അങ്ങനെ നാരങ്ങയും ഇവിടെ വറുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബേ ലീഫാണ്. ഒരു 3-4 ബേ ലീഫ് നമുക്കൊന്ന് വറുത്തു മാറ്റാം. ഇനി വേണ്ടത് 2 വലിയ കറുവപ്പട്ടയാണ്. കറുവപ്പട്ട ചെറുതായിട്ടൊന്ന് ഒടിച്ചതിന് ശേഷമാണ് നമുക്ക് പാനിലേക്ക് ചേർത്തൊന്ന് വറുത്തെടുക്കേണ്ടത്. കറുവപ്പട്ടയും വറുത്തു മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവില് ഗ്രാമ്പൂ കൂടി ചേർത്തൊന്നും കൂടെ വറുത്തു മാറ്റാം. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവില് പച്ച ഏലക്കയും കറുത്ത ഏലക്കയുമാണ്. ഇതുകൂടി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി മസാലകളെല്ലാം പാനിലേക്ക് ചേർത്ത് ചട്ടിയുടെ ചൂടിൽ വെച്ച് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു സമയത്ത് 1/4 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോ മസാലകളൊന്ന് തണുത്ത് വരുന്ന സമയത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് പൊടിച്ചുകൂടി എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ, മന്തി മസാല നമ്മുടെ വീടുകളിലൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനിയിപ്പോ മസാലപ്പൊടിയുടെ ചൂടൊക്കെ ആറി വരുമ്പോൾ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റി നമുക്ക് സൂക്ഷിക്കാവുന്നതുമാണ്. ഈ ഒരു വീഡിയോയും എന്റെ കൂട്ടുകാർ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.